സാറേ സ്റ്റഡി ലീവാണ്, പരീക്ഷയ്ക്ക് ഇനി ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ, പഠിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒക്കെ അറിയാം. പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ എന്താണ്, എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല, പഠിക്കാൻ ഒരു മൂഡില്ല, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ കാണുക. കാരണം നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങളൊരു ബീസ്റ്റ് മോഡിലേക്ക് പോകും. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ മോട്ടിവേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും, നിങ്ങൾക്ക് പഠിക്കാൻ തീരുമാനിച്ചാൽ ആ നിമിഷം പഠിക്കാൻ പറ്റുന്ന ലെവലിൽ ഞാൻ ആക്കിത്തരും. അവസാനം വരെ കാണാം. ആൻഡ് നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒരു പക്ഷേ എന്തായിരിക്കും ഈ അവസാന നിമിഷത്തിൽ അവരുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ബുക്കിനെ കുറിച്ചാണ്. ആ ബുക്കിന്റെ പേര് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മോട്ടിവേഷൻ ഈസ് എ മിത്ത്. മോട്ടിവേഷൻ ഒരു മിത്താണ്. നമ്മളൊക്കെ എന്താണ്, പഠിക്കാൻ മോട്ടിവേഷൻ വേണം, മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പഠിക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മോട്ടിവേഷൻ എങ്ങനെ? അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു മൂഡ് ഇങ്ങനെ ആയിരിക്കും. പെട്ടെന്ന് എന്താണ്, അജാസ് സാർ ഒരു മോട്ടിവേഷൻ കാണുന്നു, അപ്പോൾ കയറി അങ്ങോട്ട് പോകും, നമ്മൾ പഠിക്കും. ആ മോട്ടിവേഷൻ്റെ ആയുസ് എന്തായിരിക്കും? മോട്ടിവേഷൻ്റെ ആയുസ് 1 മണിക്കൂർ പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ രാത്രി മോട്ടിവേഷൻ കണ്ട് കിടന്നിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം എന്ന് വിചാരിച്ചിട്ട് അത് 7 മണിയായി പോയാൽ തീർന്നു നമ്മളെ മോട്ടിവേഷൻ. നമ്മളെന്താ വീണ്ടും പണ്ടത്തെ പോലെ തന്നെയാവും. പിന്നെ ഇവിടെ ആയിരിക്കും പണ്ടത്തേലും ഇതുണ്ടാവില്ല. പിന്നെ അടുത്ത മോട്ടിവേഷൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നെക്സ്റ്റ് ഒരു സ്പാർക്ക് കിട്ടും, കയറും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്തൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ വലിയ ആൾക്കാർ ഇലോൺ മസ്കും സ്റ്റീവ് ജോബ്സ് ഒക്കെ മോട്ടിവേഷൻ കിട്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തത്. അതായത് നമ്മൾ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷനാണ് ആക്ഷനിലേക്ക് കൊണ്ടുപോകാന്നുള്ളത്. പക്ഷെ അത് തെറ്റാണ്. നേരെ തിരിച്ചാ. നിങ്ങൾക്ക് ആക്ഷൻസ്, കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്, പഠിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആത്മനിർവൃതി ഉണ്ട്. അതാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുക, അടുത്ത പഠനത്തിന്, അടുത്ത ആക്ഷനിലേക്ക് നിങ്ങൾ കിട്ടും. ഇത് എൻ്റെ കേസിലൊക്കെ 100% ശരി കേട്ടോ. അതായത് എനിക്ക് മോട്ടിവേഷൻ കിട്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യില്ല. അതേ സ്ഥാനത്ത് ഓരോ കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു കിക്ക് കിട്ടാണ്ട്, ആ കിക്കിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എത്തേണ്ടത്. അതാണ് നിങ്ങളെ അടുത്ത മോട്ടിവേഷനാക്കി മാറ്റുക. അതെങ്ങനെയാണെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടിട്ടും പഠിക്കാൻ തുടങ്ങാൻ പറ്റാത്തത്, പഠിക്കാൻ തോന്നാത്തതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പഠിക്കേണ്ടത്, എപ്പോഴാണ്, എങ്ങനെയാണ് പഠിക്കുന്നതിനെ കുറിച്ചൊന്നും ധാരണയില്ല. അതായത് ഇങ്ങനെ ഒന്ന് കരുതിയൊക്കെ, അത് നമ്മളെ ബ്രെയിന് കരുതുന്നത് പഠനം എന്താണ്, വലിയ എന്തോ സംഭവം. അതായത് നിങ്ങൾക്കൊന്ന് ലേസ് കെട്ടുന്ന ഒരു പ്രശ്നമായിരിക്കും, അല്ല ചുമ്മാ ഇങ്ങനെ നടക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. അതേ സ്ഥാനത്ത് നിങ്ങളൊരു മല കയറുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ കുറേ ഇഫ്സ് ആൻഡ് ബട്ട്സ്, എൻ്റെ മോനെ. അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതിന് ജസ്റ്റ് ഷൂസിൻ്റെ ലേസ് കെട്ടലും കാറിൻ്റെ കീ എടുക്കലൊന്നും നമുക്കൊരു പ്രശ്നമായിരിക്കില്ല. പക്ഷേ ജിമ്മിൽ പോയിട്ട് 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യണ്ടേ എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ പ്രോബ്ലം വരുന്നല്ലേ. അപ്പം അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്കൊരു ക്ലിയർ സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അതായത് നിങ്ങളിപ്പം ഈ നിമിഷം ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ശരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഒരു പേപ്പർ എടുത്തോണ്ട് അല്ലെ ഫോണിൽ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. ഒന്നാമത്തത്, അടുത്ത് നിങ്ങൾ എന്ത് പഠിക്കും, ഏത് സബ്ജക്റ്റിലെ ഏത് ചാപ്റ്റർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, ഇഷ്ടമുള്ള ചാപ്റ്റർ നിങ്ങൾ എടുത്തോ, അത് പഠിക്കും എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഫസ്റ്റ് അത് ഏത് ചാപ്റ്റർ ആയിരിക്കണം ഒന്നാമത്തെ. രണ്ടാമത്തെ അത് എങ്ങനെ പഠിക്കും എന്നുള്ളതാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, എജ്യൂപോർട്ടിൻ്റെ വീഡിയോസ് കാണാം. ചാപ്റ്ററിൻ്റെ പേര് എജ്യൂപോർട്ട് റിവിഷൻ, അതാണ് ഫസ്റ്റ്. വേണമെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾക്ക് PYQ ചെയ്യണമെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് അതിനുശേഷം എന്ത് ചെയ്യും, എജ്യൂപോർട്ടിൻ്റെ ആപ്പിൽ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ ചെയ്യുന്നുള്ളത്. പിന്നെ എത്ര ഡ്യൂറേഷൻ അതിനെടുക്കും, അത് ചിലപ്പോൾ എന്തായിരിക്കും, വീഡിയോ കണ്ടാലേ നമുക്ക് മനസ്സിലായി. 1.5 മണിക്കൂറുള്ള വീഡിയോ ആണെങ്കിൽ 1.5 മണിക്കൂർ വീഡിയോ കാണാനും 1 മണിക്കൂർ എന്താണ് നമുക്കിത് ചെയ്യാൻ, ക്വസ്റ്റ്യൻ ചെയ്യാൻ 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ തീർക്കും. ആൻഡ് നാലാമത്തതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോൾ തുടങ്ങും എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങൾ വീഡിയോ ഏത് സമയത്താണ് കാണുന്നതെന്നാണ്, നിങ്ങൾ അടുത്ത ഏത് പോയിന്റിലാണ് നിങ്ങൾ സ്റ്റാർട്ട് 9 മണി. ആൻഡ് ഏറ്റവും ബെസ്റ്റ് അവിടെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, നിങ്ങളിപ്പോൾ രാത്രി ഒരു 7 മണിക്കാണ് ഇത് കാണുന്നതെങ്കിൽ ഞാൻ ഡിന്നർ കഴിച്ചിട്ട് തുടങ്ങും. അതായത് ഇതാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് ഹാബിറ്റ്സിലേക്ക് ഉള്ള ഒരു കൺസെപ്റ്റ് കേട്ടോ. അതായത് ഡിന്നർ കഴിച്ചിട്ട് ഞാൻ പഠിക്കുന്നു എന്നാൽ ഡിന്നർ കഴിക്കുന്ന ഹാബിറ്റ് എന്തായാലും നിങ്ങൾ ചെയ്യും. അത് കഴിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എന്നുള്ളത്, അല്ലെങ്കിൽ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക. ഒരൊറ്റ ചാപ്റ്റർ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ആ സമയത്ത് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് ഇരിക്കാൻ പറ്റും. അതായത് ഏത് ചാപ്റ്റർ, എങ്ങനെ, എത്ര സമയം, അതേപോലെ തന്നെ എപ്പം, ഈ 4 കാര്യത്തിൻ്റെ ആൻസർ ഇപ്പം നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അടുത്ത പാർട്ട് സ്റ്റെപ്പ് 2ലേക്ക് പോയാൽ മതി. കാരണം അത് ഭയങ്കര ആ സാധനം കൊണ്ട് തുടങ്ങാത്ത ഇത് എത്രയോ വലിയ മല കയറാനുണ്ട് എന്ന് ആലോചിച്ചാൽ എന്താ നമുക്ക് തുടങ്ങാനാവില്ല. പക്ഷെ ഒരു സാധനം
ഫിക്സ് ചെയ്യാന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റും ചെയ്യട്ടെ എന്ത് എന്നുള്ളത്. ഒരു ദിവസം നോക്കി വെക്കടാ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് തുടങ്ങുക എന്നുള്ളത്. ഈ തുടങ്ങുന്നതിൻ്റെ കേസിൽ ഏറ്റവും ബെസ്റ്റ് സാധനം 5 minutes റൂളാണ്. അതായത് വളരെ പ്രസിദ്ധമാണ്, ഭയങ്കര എഫക്റ്റീവാണ്. അതായത് വീണ്ടും ഒരു ചാപ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ പിന്നെയും പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ എന്താണ്, ഞാനൊരു 5 minute എജ്യൂപോർട്ടിൻ്റെ വീഡിയോ കാണും. 5 minute ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കും, 5 minute ഞാൻ PYQ എടുത്ത് നോക്കുന്നുള്ള രീതിയിലാണ് ഉറപ്പായിട്ട്. നിങ്ങൾ ആലോചിക്കുക, ഇന്ന് രാത്രി ഡിന്നറിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, 5 minute ഡിന്നറിന് ശേഷം എടുക്കുമ്പോൾ മടിയാകുന്നുണ്ടെങ്കിൽ ഞാനൊരു 5 minute ഇരുന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കൂലേ? അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോയിലേക്ക് എത്തിക്കാം. ആ 5 minutes ഇരുന്നാൽ ബാക്കി എല്ലാ സാധനവും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. എങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് കണ്ടിന്യൂ ചെയ്യലാണ്. അതായത് നിങ്ങൾക്കറിയാം ഒരുപാട് എന്തുണ്ട്, ടൈം മാനുവൽ, ടൈം ബ്ലോക്കിംഗ് സിസ്റ്റങ്ങൾ. നിങ്ങൾ പോമോഡോർ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അതിനേക്കാളൊക്കെ സജസ്റ്റ് ചെയ്യുക സർക്കേഡിയൻ റിതം ഉപയോഗിച്ചുകൊണ്ട് 1.5 മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസ്ലി അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ആൻഡ് 1/2 മണിക്കൂർ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. 30 minutes നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. ആൻഡ് നിങ്ങളിപ്പം എന്താണോ നിങ്ങൾ ഈ 1.5 മണിക്കൂർ എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവുന്ന അയ്യോ 1.5 മണിക്കൂർ എന്നെ കൊണ്ട് പറ്റൂല. അപ്പോൾ ആ 1.5 മണിക്കൂർ നിങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും വിചാരിച്ചാൽ നിങ്ങൾ മനസ്സ് പറയുന്നുണ്ടാവും, ഇപ്പം ഇൻസ്റ്റ നോക്കാം, റീൽസ് കാണാം, ഷോർട്സ് കാണാം യൂട്യൂബിൽ, അല്ലെ ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്യാം, അല്ലെ അവളെ വിളിക്കാം, അങ്ങനെ എന്താണെങ്കിലും അതിപ്പോൾ എത്ര ശരിയോ തെറ്റാണെങ്കിലും നിങ്ങൾ തൽക്കാലം 1.5 മണിക്കൂർ മാറ്റി വെച്ചിട്ട് ഈ 30 minutes എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യാം. അതെന്താണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിൽ 30 minute നിങ്ങൾ അത് കണ്ടോ, ഇപ്പോൾ സൽക്കാലം, അതായത് 30 minute നിർത്തണം. അതായത് നിങ്ങൾ ഇത്രയാണ് ആലോചിക്കേണ്ടത്. അജാസെ 1.5 മണിക്കൂർ നീ പഠിച്ചാൽ 1/2 മണിക്കൂർ നീ റീല് കണ്ടോ? അപ്പോൾ വീണ്ടും ചില കുട്ടികൾക്ക് സംശയം ഉണ്ടാവും, സർ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ മനസ്സാവ് വേണ്ട ഇപ്പം തന്നെ കാണണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, ഒരു പേപ്പറിൽ എഴുതിയിട്ട് UR തോൽവി എന്ന് എഴുതിയിട്ട് നെറ്റിമേലിട്ട്. ചേട്ടാ നിങ്ങൾ വേറെ ആരോടല്ല പറയുന്നത്, നിങ്ങളോടാണ് പറയുന്നത്. എടാ ഒരു 1.5 മണിക്കൂർ പഠിച്ചിട്ട് നീ ചെയ്യേണ്ട സാധനം നീ ചെയ്തോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യുക. ആ 1.5 മണിക്കൂർ അത് നിങ്ങളെ കൊട്ടും പറ്റില്ല. നിങ്ങൾ എവിടെയാണ് എത്തുക? 1.5 മണിക്കൂറാണ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. സ്റ്റെപ്പ് 1 കൃത്യമായി പ്ലാൻ ചെയ്യുക. സ്റ്റെപ്പ് 2 സ്റ്റാർട്ട് ചെയ്യുക. എന്താ പറയുക, 5 minutes റൂള്. സ്റ്റെപ്പ് 3 എന്തായിരുന്നു? സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് 1.5 മണിക്കൂർ പഠിക്കാൻ തീരുമാനിക്കുക. ആൻഡ് സ്റ്റെപ്പ് 4 1.5 മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾ റിവൈഡ് ചെയ്തോ. ആൻഡ് 1/2 മണിക്കൂർ നിർത്താനുള്ള ആർജവം നിങ്ങൾ കാണിക്കുക. അടുത്തത് പ്ലാൻ ചെയ്യുക. ഉറപ്പായിട്ട് എന്താ, നിങ്ങൾ പിന്നെ ഏത് സമയത്ത് പഠിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പഠിക്കുന്ന ഉറപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, സാർ എനിക്ക് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് എന്ന് മാത്രമല്ല നിങ്ങളുടെ വേറെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ആൾക്കാർ കാണുമ്പോൾ കൂടുതൽ വീഡിയോ ചെയ്യാൻ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ട്. അപ്പം ശരി, ബൈ.